കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. ഇയാൾ താവളത്ത് നിന്ന് തേക്കുവട്ടയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനൊരു 1.5 കിലോമീറ്റർ മുൻപ് വെച്ച് ഈ പ്രധാന വഴിയിൽ വെച്ചാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇവിടെ എപ്പോഴും അദ്ദേഹത്തിന്റെ ബൈക്കും ഹെൽമറ്റും ഒക്കെ നമുക്ക് കാണാം. ഈ വളവ് തിരിഞ്ഞു വന്നതും നേരെ ശാന്തകുമാർ കണ്ടത് ഈ കാട്ടാനയാണ്. അങ്ങനെ ആ കാട്ടാനയുടെ മുന്നിൽ പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയുമായിരുന്നു. പ്രധാന റോഡാണ്. ഇവിടെ എപ്പോഴും ആനയുണ്ടോ? എപ്പോഴും സ്ഥിരം ഇതിൽ വരുന്ന വഴിയാണിത്. ഇതിൽ വന്നിട്ടാണ് വെള്ളത്തിന് ഇത് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അപ്പുറത്ത് വണ്ടി വരുമ്പോൾ മൂപ്പര് ഇങ്ങോട്ട് സൈഡാകുമ്പോഴാണ് ഈ വഴി കൂടി വരുമ്പോ ആനയെ കണ്ടില്ല. അപ്പോഴാണ് ആന വലിച്ചിട്ടത്. പെട്ടെന്നാണ് ആനയുടെ മുന്നിലെത്തിയത്. ആരാ എന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്? വീട്ടുകാരാണ് കൊണ്ടുപോയത്. ചേച്ചി, നിങ്ങളാണോ ആശുപത്രി കൊണ്ടുപോയത്? താഴെന്ന് തൊഴുത്തുനിന്ന് കയറി വന്ന് ചായ വെച്ചു കുടിക്കുമായിരുന്നു. അന്നേരമാണ് ഈ ആന കരഞ്ഞതും ഈ പുള്ളിയുടെ വണ്ടി വീണതെല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഓടി വന്നപ്പോൾ ആന ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എർത്ത് ഓഫാക്കിയിട്ട് ടോർച്ച് എടുത്ത് വന്ന് പുള്ളിനെ എണിപ്പിച്ച് നോക്കുമ്പോൾ ഒരു ഞെരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഓരോ ഓട്ടോ വന്ന് അപ്പം തന്നെ കയറ്റിയിട്ട് ആസ്പത്രി കൊണ്ടുപോയി. ഇവിടെ തന്നെ ജീവനുണ്ട്, അവിടെ എത്തുമ്പോഴും ജീവനുണ്ട്. അപ്പം പുറത്ത് ചവിട്ടിയിട്ട് ഞങ്ങൾ നോക്കിയില്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ എങ്ങനെയും കൊണ്ടുപോകാനല്ലേ നോക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ ആനയുടെ ശല്യം ഉണ്ടോ? വരുന്നുണ്ട്. എന്നും ഈ വഴി ഇറങ്ങി വരുവാണ്. ഞങ്ങൾ എന്നും ഇത് കാണുന്നതാ. നിങ്ങളുടെയൊക്കെ ഒരു ജീവിതത്തിലൊക്കെ തന്നെ ഇതൊരു ആന ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണോ? எப்பவும் ஆனை எங்களுக்கு தொந்தரவு தாங்க. வெள்ளாமை அழிக்கும், இப்படி ஜனங்க போகிற வர்றவையில் நசிப்பிக்கிறதும் எப்பவும் நடந்துட்டே இருக்குது. இப்போ 2 മാസത്തിൽ 4-5 പേര് ഇറന്നിരിക്കാങ്ക. നിങ്ങൾ നാട്ടുകാർക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടോ? എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ഇത് എടുക്കണില്ല. എല്ലാവർക്കും പ്രതിഷേധം തന്നെയാണ്. അതായത് ഇത്തരത്തിൽ പലരും ഈ ആനയുടെ ശല്യത്തിൽ, കാരണം വളരെ പെട്ടെന്നാണ് ഈ റൂട്ടിൽ ആന നിൽക്കുന്നത് കാണുന്ന ഒരു പ്രധാന പാതയിലാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.